ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടാരക്കരയിൽ താമരശ്ശേരി ജംഗ്ഷൻ, ഇതാണല്ലേ താമരശ്ശേരി ജംഗ്ഷൻ, ഇവിടെ 30 കിടക്കകളുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്കിൽ നിന്ന് തന്നെ ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു വൈദ്യശാസ്ത്ര മേഖലയല്ല, പല ഡിസിപ്ലിൻസ് അതിൽ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചകർമ്മ ഉണ്ടാകും, യോഗ, നാച്ചുറോപ്പതി ഉണ്ടാകും, സിദ്ധ വൈദ്യമുണ്ടാകും. അപ്പം ഇതെല്ലാം ചേർന്നുള്ള ഒരു ആശുപത്രി, 30 കിടക്കകളുള്ള ആശുപത്രിയാണ് ഇവിടെ ഉയരാനായിട്ട് പോകുന്നത്. ഈ ആശുപത്രി ഇവിടെ സാക്ഷാത്കരിക്കുമ്പോൾ അത് ആദരണീയനായിട്ടുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സ്വപ്നം കൂടിയാണ് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊട്ടാരക്കരയിൽ ഈ ആയുഷ് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ആവശ്യമാണ് എന്ന് പറയുകയും ഇവിടെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ, 3 ഹോസ്പിറ്റൽസ് നമ്മുടെ സംസ്ഥാനത്ത് 2023-24 സാമ്പത്തിക വർഷം അനുവദിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് അദ്ദേഹം ധനകാര്യ മന്ത്രിയും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കൊട്ടാരക്കരയിൽ ഇവിടെ സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുകയും ഇന്ന് അത് സാക്ഷാത്കരിക്കാനായിട്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാനായിട്ട് പോവുകയുമാണ്. തീർച്ചയായിട്ടും അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ളതൊരു സംശയമില്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ വർക്കലയിലാണ് ഒരു നാച്ചുറോപ്പതി ആശുപത്രി ഉള്ളത്. അവിടെ നമുക്ക് റൂം കിട്ടാനില്ല, ഒരു നേരവും അവിടെ ആളൊഴിഞ്ഞ സമയമില്ല. ഞാൻ ന്യൂ ഇയറിൻ്റെ തലേദിവസം, അപ്പോൾ വർക്കല ബീച്ചിൻ്റെ അവിടെയൊക്കെ അന്ന് ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ. പക്ഷെ ഞാനന്ന് വൈകുന്നേരം നാച്ചുറോപ്പതി ആശുപത്രിയിൽ പോയി. സാധാരണ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ എല്ലാവരും വിചാരിക്കും ന്യൂ ഇയറിൻ്റെ വീട്ടിൽ നമുക്ക് വീട്ടുകാർക്കൊപ്പം കുടുംബത്തിനൊപ്പം. പക്ഷേ ആ ന്യൂ ഇയർ ഈവിൽ അവിടെ ചെന്നപ്പോഴും അവിടെ മുഴുവൻ ബെഡുകളിലും ആളുണ്ട്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു മറ്റ് സമയത്ത് ഞങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ സമയത്താകുമ്പോൾ അവധി, ഈ ന്യൂ ഇയർ ആകുമ്പോൾ ചിലരെങ്കിലും വരാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത് അങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ ഉൾപ്പെടെ, അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും അതുപോലെ നമുക്കുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഒക്കെ നല്ല നിലയിൽ കുറയ്ക്കുന്നതിന് സാധിക്കും. എങ്ങനെയാണെന്നറിയുമോ? ആഹാരമാണ് നമുക്ക് രോഗം വരുത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ജീവിതശൈലി, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജോലികളുടെ തിരക്ക്, സാമൂഹ്യ ജീവിതം, സാമൂഹിക ക്രമം, നമുക്കൊന്നിനും സമയമില്ലല്ലോ. ആരോഗ്യം മാത്രം നമ്മൾ ഏറ്റവും അവസാനം, നമ്മളൊരു വർഷം ഇപ്പോൾ 2025 എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ വീട് പണിയേണ്ടവർ വീട് പണിയണമെന്ന് വിചാരിക്കും, അല്ലെ സ്ഥലം വാങ്ങിക്കണമെന്ന് വിചാരിക്കും, ജോലിയിൽ പ്രൊമോഷൻ വേണമെന്ന് വിചാരിക്കും, അല്ലെ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിക്കും, അല്ലെ വീട് ഇങ്ങനെ മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കും. ആ ലിസ്റ്റിൽ ആരോഗ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരോഗ്യം ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആരോഗ്യമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നയം നമുക്ക്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററൂടെ പറഞ്ഞു, നമ്മൾ ആരോഗ്യ മേഖലയിൽ കേരളം രാജ്യത്ത് ആരോഗ്യ സൂചകങ്ങളിൽ ഒന്നാമതാണ്. ഏറ്റവും ആയുസ്സുള്ളവർ കേരളത്തിലാണുള്ളത്. നമ്മുടെ ശരാശരി പ്രായം 76 വയസ്സാണ്. സ്ത്രീകൾക്ക് 80 വയസ്സ്, പുരുഷന്മാർക്ക് 73-74 വയസ്സാണ്. ശരാശരി 76 വയസ്സാണ് പ്രായം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലുള്ളവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംസ്ഥാനം കേരളമാണ് രാജ്യത്ത്. അത് ഇന്ത്യയിലെ മാത്രം 1-ാം സ്ഥാനമല്ല, അത് ലോകത്തിലെ 1-ാം സ്ഥാനത്തുള്ള രാഷ്ട്രങ്ങളുടെ കൂടെയാണ് കേരളം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകാരോഗ്യ സംഘടന പറഞ്ഞ് 2030 ആകുമ്പോൾ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. നമ്മൾ 2021 അത് അച്ചീവ് ചെയ്തു, ആ ലക്ഷ്യത്തിലെത്തി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതെത്രയാണെന്നറിയാമോ? 4.3 ആണ്. അത് അമേരിക്കൻ ഐക്യനാടുകളുടെയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെയും ഒക്കെ ആ ഡേറ്റയുമായിട്ട് തുല്യമാണ്. പ്രസവ സമയത്ത് സ്ത്രീകൾ ഏറ്റവും കുറവ് മരിക്കുന്ന സംസ്ഥാനം കേരളം. അപ്പോൾ ആരോഗ്യത്തിൽ പൊതുവെ നോക്കിയാൽ, അതോടൊപ്പമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പരമപ്രധാനമായ കാര്യം പറഞ്ഞു,
സർക്കാരിൻ്റെ നയം ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കും. രോഗത്തിന് മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാൻ പാടില്ല. എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനി എനിക്കൊരു ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ അത് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായി തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അറിയാം അത് നമ്മുടെ സംസ്ഥാനമാണെന്ന്. നമ്മുടെ ജനസംഖ്യ 3.5 കോടിയാണ്. വളരെ ചെറിയ സംസ്ഥാനമാണ്. നമ്മളെക്കാൾ ജനസംഖ്യയുള്ള വലിയ സംസ്ഥാനങ്ങൾ മറ്റ് ഇടങ്ങളിലുണ്ട്. അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടിയാണ് കേരളം ചെലവഴിക്കുന്നത്. 1600 കോടി രൂപ. അതിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ വേദി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെ അതിന് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തുടങ്ങി 2019. 2021 2.5 ലക്ഷം പേരാണ് ഒരു വർഷം ക്ലെയിം ഉണ്ടായിരുന്നത്. 2024 ഇപ്പോൾ അവസാനിച്ചു. കഴിഞ്ഞ വർഷം 6.25 ലക്ഷം ക്ലെയിമാണ് 5 ലക്ഷം രൂപയ്ക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ആയുഷ് മേഖലയിൽ സർക്കാർ നല്ല പ്രാധാന്യമാണ് നൽകുന്നത്. നമുക്ക് ആദ്യമായി ഇപ്പോൾ ആയുർവേദ രംഗം ലോകത്ത് പുകൾപെറ്റതാണ് കേരളത്തിലെ. പക്ഷെ നമ്മുടെ ആയുർവേദ രംഗത്തേക്ക് ആ നിലയിൽ ഗവേഷണത്തിന്, പഠനത്തിന് മറ്റു കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കണമല്ലോ. കേരളത്തിൻ്റെ ആയുർവേദ രംഗത്ത് മറ്റുള്ള ആളുകളും വന്ന് പഠിക്കണം. ഇപ്പോൾ നമ്മളതിൻ്റെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേർ ആയുർവേദമൊക്കെ പഠിക്കാനായിട്ട് ഇവിടെ നമ്മുടെ കോളേജുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടെ വിദേശത്ത് നിന്ന്, ജപ്പാനിൽ നിന്നൊരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കാനായിട്ട് എത്തിയിരുന്നു. അതുപോലെ ഗവേഷണം. അപ്പം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു രാജ്യാന്തര ഗവേഷണ കേന്ദ്രം ആയുർവേദത്തിന് ആരംഭിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തന ആശുപത്രി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ റിസർച്ച് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം ഫണ്ട് വെക്കുന്ന കാര്യത്തിൽ, അതായത് ഈ 60-40 എന്ന് പറഞ്ഞല്ലോ, അത് നേരത്തെ 25 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കേരളം എന്ത് ചെയ്തു എന്നറിയാമോ? കേരളം കൂടുതൽ ഫണ്ട് ആയുഷ് മേഖലയിലേക്ക് വെക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായി ഇപ്പോൾ ആ 25 എന്നുള്ളത് 10 ഇരട്ടിയിലധികം കൂടിയിട്ടുണ്ട്. 250 കോടിയിൽ കടന്ന് ഇപ്പോൾ 300 കോടി രൂപ ഓരോ വർഷവും ആയുഷ് മേഖലയിലേക്ക് ചെലവഴിക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ വിഹിതം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 18 മാസമാണ് നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ കാലാവധി. അത് പെട്ടെന്ന് തന്നെ 18 മാസം എന്നുള്ളത് എടുക്കണ്ട, നമുക്ക് 2025 ഡിസംബർ ആകുമ്പോഴേക്കും അത് അവസാനിപ്പിക്കാൻ. അതെ, 12 മാസം ജനുവരി ഉൾപ്പെടെ 12 മാസം, ജനുവരി 1 ഉൾപ്പെടെ. കോൺട്രാക്ട് ഇവിടെ ഉണ്ടോ? ശരി, നമസ്കാരം. അപ്പോൾ നമുക്ക് കാരണം ഇനിയിപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ മഴ ഇങ്ങനെ അല്പം മാറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നല്ല ഒരു കാലാവസ്ഥയാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, നല്ല സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് പരമാവധി നമുക്ക് അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഒരു നാടിൻ്റെ മുഴുവൻ പിന്തുണയുണ്ടാകും. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ പോകണം. കൃത്യമായ ആശയവിനിമയം നടത്തണം. അത് കോൺട്രാക്ടറും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുമതലയുള്ള നമ്മുടെ ഓഫീസേഴ്സും കൃത്യമായ ആശയവിനിമയം നടത്തണം. ഇവിടെ തീരുന്ന പ്രശ്നമല്ലെങ്കിൽ അത് സർക്കാരിലേക്ക് കൊണ്ടുവരേണ്ടതാണെങ്കിൽ അത് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആയുഷ് രംഗത്ത് ഈ ഘട്ടത്തിൽ 116 തസ്തികകൾ ആയുർവേദ മേഖലയിൽ മാത്രം സൃഷ്ടിച്ചു. 40-ലധികം തസ്തികകൾ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ സൃഷ്ടിച്ചു. അതുകൂടാതെ ആദ്യമായി രാജ്യത്ത് NABH അക്രഡിറ്റേഷൻ ഈ ഘട്ടത്തിൽ 150 സ്ഥാപനങ്ങൾക്കാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം സ്ഥാപനങ്ങൾ NABH അക്രഡിറ്റഡ് ആകാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ലക്ഷ്യം കേരളത്തെ ഒരു ഹെൽത്ത് ഹബ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് മരണം ഇവിടെ, കുഞ്ഞുങ്ങളുടെ മരണം ഇവിടെയാണ് ഏറ്റവും കുറവ്, അമ്മമാരുടെ മരണം ഏറ്റവും കുറവ് ഇവിടെയാണ്, ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ഇതൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർ ഇവിടെ വന്ന് ചികിത്സിക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും നമ്മൾ ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ആയുഷ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട്
നമ്മുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഇപ്പോൾ ഞങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, മിനിസ്റ്റർ തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. അതിന് വരും ആഴ്ചകളിലൊക്കെ മിനിസ്റ്റർ അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചുകൊള്ളും. അപ്പോൾ കൊട്ടാരക്കരയുടെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ചുവടുവെപ്പുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ പുതിയ ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രദേശം വാസ്തവത്തിൽ കൊട്ടാരക്കരയാണോ എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയല്ല, നെടുവത്തൂരാണോ എന്ന് വെച്ചാൽ നെടുവത്തൂരല്ല എന്ന് വേണേൽ പറയാവുന്ന ഇങ്ങേ അറ്റമാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര വാർഡാണ്. പക്ഷേ ഈ പ്രദേശത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനം തന്നെ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഭാരവാഹികളൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കൺസൾട്ടൻസൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പ്രാവശ്യം എങ്ങനെയാണ് ഈ പാറയുടെ പുറത്ത് ഇത് പണിയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ഇപ്പോൾ എന്തായാലും 1.5 കോടി രൂപ ചെലവിൽ 30 പേരെ കിടത്തി ചികിത്സിക്കാവുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുഷ് സംവിധാനമാണ് വന്നിരിക്കുന്നത്. നാഷണൽ ആയുഷ് മിഷൻ്റെ വലിയ സഹായമുണ്ട് ഇതിന്. കാരണം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. കേന്ദ്ര സംസ്ഥാനമൊന്നും വ്യത്യാസമൊന്നുമില്ല. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെൻറ്റാണ്. അതിനകത്ത് ജനങ്ങളുടേതാണ്. ആ ജനങ്ങളുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനവും കേന്ദ്രവും ഇന്ത്യയിലെ ജനങ്ങളുടെ ടാക്സ് പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ചേർന്ന് ചെയ്യുന്നൊരു വലിയ പദ്ധതിയാണ്. ഇതിൻ്റെ പ്രത്യേകത 30 ബെഡ് ആയുർവേദത്തിൻ്റെ ആധുനിക സൗകര്യമുള്ള ബെഡുകളാണ്. അതോടൊപ്പം ഇവിടെ നേരത്തെ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സിദ്ധ, നാച്ചുറോപ്പതി, ഇപ്പം യോഗ തുടങ്ങി ഞാൻ പറഞ്ഞത് 3-4 മേഖല നമ്മുടെ പാരമ്പര്യമനുസരിച്ചുള്ള ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഡോക്ടർമാരുണ്ടാവും. കിടത്തി ചികിത്സ ആയുർവേദത്തിലാണ്. പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻസിയാണ് ഇത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നോക്കിയിട്ടാണ് ടെൻഡർ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ടെൻഡർ അടിച്ചിരിക്കുന്ന കോൺട്രാക്ടർ പറയുന്നത് പറഞ്ഞ സമയത്തിനേക്കാളും കോൺട്രാക്റ്റിനകത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തേക്കാളും മുമ്പ് തീർക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പെട്ടെന്ന് തീർക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം വേണ്ടി വളരെ പെട്ടെന്ന് ഈ നിർമ്മാണം അദ്ദേഹം പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.